കാലത്തോളം ഉയരണം. വലത് കാല് വെച്ച് കയറും. വലത് കാല് അങ്ങനെ. ഈ നിലവിള കയ്യിൽ കൊടുക്കും. മതി 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 മതി. ബാക്കി പാല് നിന്റെ ഭാര്യക്കുള്ളതാ. മോള് ഗ്ലാസ് വാങ്ങിക്കൂ. പാല് കുടിച്ചോളൂ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് ഭാഗീരഥിയുമായി വീട്ടിൽ വന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. പകുതി പാല് കുടിക്കാൻ പോലും ഭാഗീരഥി സമ്മതിച്ചില്ല. ഗ്ലാസ് പിടിച്ചു വാച്ചില്ലേ കുടിച്ചു കളഞ്ഞത്? അല്ല, അത് സ്ത്രീകളുടെ ഒരു അവകാശമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരെ ആരുടെ എച്ചിൽ കഴിക്കാറില്ല. അതൊരിക്കലും ശരിയല്ല മിസ്റ്റർ സുഗത. ഭാര്യ ഭർത്താവിന്റെ ശിഷ്ടം കഴിക്കണം. അത് ഒരു കുടുംബസ്ത്രീയുടെ ലക്ഷണമാണ്. ഭർത്താവ് ഊണ് കഴിച്ച പാത്രത്തിലെ ഭാര്യമാരുണ്ടാവും. മരിക്കുന്നത് വരെ ഞാനുണ്ട പാത്രത്തിലെ ഭാഗീരഥി ഊണ് കഴിച്ചിട്ടുള്ളൂ. ഭാഗീരഥി ആരാ? എന്റെ ഭാര്യ കൊണ്ട് പറയല്ല. അങ്ങനൊരു സ്ത്രീയെ കിട്ടില്ല സുഗതം പിള്ളേ. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതെ, അച്ഛനില്ലേ? അച്ഛൻ മരിച്ചുപോയി. ശ്യാമള എന്താ എപ്പോഴും മുഖം കുരിച്ചിരിക്കുന്നത്? ഇതുവരെ നാളെ മാറിയില്ലേ? തറവാട്ട് പറഞ്ഞ പെൺകുട്ടികളൊക്കെ അങ്ങനെ. നമ്മുടെ മുമ്പിൽ ഇത്രയും നാളോ ഞാൻ മണവറയിലെത്തുമ്പോഴോ കണ്ടില്ലേ? അവക്ക് ഇപ്പഴേ മണവറയിലെ ചിന്തയാ. മൊട്ടാണ്ട് വിരിഞ്ഞേ ഉള്ളൂ. ചേട്ടനെ കൂടി കൊണ്ടുപോകാമെന്ന് സുരേഷ് സമ്മതിച്ചോ? എന്തുകൊണ്ട് ഞാൻ കൂടി പൊയ്ക്കൂടാ? എനിക്കൊരു മരുമകളെ കിട്ടിയത് ഇപ്പോഴാ. ഒരു മരുമകളുടെ പരിചരണം എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്നറിയാം. ശ്യാമേ, കുടിക്കൂ. അമ്മ കുടിക്കൂ. അല്പം. ആദ്യം അമ്മയാണ് കുടിക്കേണ്ടത്. എനിക്ക് ശ്യാമയുടെ കണ്ണുകൾ എന്തിഷ്ടമായിരുന്നു. കണ്ണുകൾ മാത്രം? ഈ മൂക്കും, പിന്നെ ഈ ചുണ്ടുകളും, പിന്നെ ഈ കഴുത്തും, പിന്നെ പിന്നെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ശ്യാമേ. ശ്യാമേ. സുരേഷേ, സുരേഷേ, എന്താച്ചാ? നീ എന്താ സ്വപ്നം കാണുകയാണോ? ഇല്ലച്ചാ, ഞാനൊന്ന് മയങ്ങിപ്പോയി. കണ്ടു തുറന്നു വെച്ചോണ്ടാണോ മയങ്ങുന്നത്? അല്ല, ഞാൻ കണ്ണു തുറന്നിരിക്കേ. നീ ഒരു ഡോക്ടറാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് നിന്റേത്. അങ്ങനെയുള്ള നീ ദിവാസ്വപ്നം കാണാൻ തുടങ്ങിയുള്ള അനുഭവം അറിയാമല്ലോ. ഇല്ലച്ചാ. അങ്ങനെ ഉരുണ്ട് കളിക്കാൻ പറ്റും വേണ്ട. നിന്നെ കാണാൻ ആരാണ്ടൊക്കെ വന്നിരിക്കുന്നു. അങ്ങോട്ട് ഇന്ന് സംസാരിക്ക്. ദിവാസ്വപ്നം കാണുന്ന ഒരു സുഖമാണേ, അതും കല്യാണമാണ്. എന്താ ഇത്? ശ്യാമള കരയുന്നു. സത്യം പറയും, ശ്യാമളയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു ഇത്. മടിക്കണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശ്യാമളയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായാണോ ഈ വിവാഹം നടത്തിയത്? പിന്നെ പറയൂ, ശ്യാമള ആരെങ്കിലുമായി സ്നേഹത്തിലായിരുന്നു? അല്ല. പിന്നെ കണ്ണീരിന്റെ അർത്ഥം? ഓ,
എനിക്കല്പം പ്രായം കൂടിപ്പോയത് കൊണ്ടാവും. പക്ഷേ ശ്യാമളയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഈ വിവാഹം ശ്യാമളയ്ക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ? അതുകൊണ്ടല്ല. പിന്നെ ഏതൊരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷമാണിത്. ഇവിടെ വെച്ചൊരു പെണ്ണ് പൊട്ടിക്കരയണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അതെനിക്കറിയണം. ഞാനാണ്. പറയൂ, എന്തായാലും എനിക്കതറിയണം. അങ്ങ് ക്ഷമിക്കണം. ഞാൻ തെറ്റുകാരിയാണ്. തെറ്റുകാരിയോ? എന്ത് തെറ്റ്? ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങ് വഞ്ചിച്ചിട്ടില്ല. ഞാൻ പാവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് ക്ഷമിക്കണം. എഴുന്നേൽക്കൂ, നീ എഴുന്നേൽക്കൂ. സാരമില്ല. എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ഞാൻ ഗർഭിണിയാണ്. എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാൻ. എന്നോട് എന്തിനു നീ ഇത് ചെയ്തു? അറിഞ്ഞുകൊണ്ട് എന്തിനു നീ എന്റെ ജീവിതം തുലച്ചു? അങ്ങയുടെ ജീവിതം തുലയ്ക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആശിച്ചിട്ടില്ല. എങ്കിലും സംഭവിക്കുമായിരുന്നില്ല. ദേവിചേതനെ വിശ്വസിക്കൂ, ഞാൻ നിരപരാധിയാണ്. ഒരിക്കലുമല്ല, നിരപരാധി പോലും. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഭാര്യ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന്, നിരപരാധിയാണെന്ന്. എന്തിനോട് ചതി ചെയ്തു? എല്ലാം നശിച്ചു. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം ഇതോടെ തീർന്നു. എന്റെ മനസ്സമാധാനവും തകർന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ് വിവാഹമേ വേണ്ടെന്ന്. വയസ്സുകാലത്ത് വേണ്ടാത്ത വിനയെല്ലാം തലയിൽ കയറ്റി വെച്ചു. ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ചോദിക്കുന്നോട് എന്ത് സമാധാനം പറയും? തെറ്റെന്റേത് തന്നെ. അതിന് അങ്ങ് തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. വേണമെങ്കിൽ എന്നെ കൊന്നോളൂ, ഞാൻ പാപിയാണ്. പറയൂ, ആരാണ് ഉത്തരവാദി? എന്നൊരു ദ്രോഹി ചതിച്ചതാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന മുഴുവൻ അങ്ങൊന്ന് കേൾക്കണം. അങ്ങയ്ക്കറിയാമല്ലോ, ഞാനൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്യായിരുന്നുവെന്ന്. എന്റെ കലികാലം ആരംഭിച്ചത് അവിടെയാണ്. That's right. But I didn't get it. No. That's right. I'll intimate you. Okay. Surely. Oh, yes. Thank you. Sir. Yes. This is a very important letter, you know. Dispatch it today, sir. Okay? Yes, sir. കുഞ്ഞെ, തമ്പി സാർ വിളിക്കുന്നു. അത്യാവശ്യമായി 2 ലെറ്ററുകൾ കൂടി ഇന്നത്തെ പോസ്റ്റിൽ അയക്കണം. മണി 5 ആയി. എങ്കിലും അതുകൂടി ടൈപ്പ് ചെയ്തിട്ട് ശ്യാമള പോയാൽ മതി. എന്തു പറയുന്നു? ശരി സർ. Then take your seat. Okay. Mrs. Kalpana Enterprises, 145 Sir PM Road, Bombay 83. We acknowledge with thanks the receipt of your letter number 486 dated 3/4/1983. Dated 3/4/1983. കുഞ്ഞ്, ഞാൻ ആ സ്റ്റോർ വരെ ഒന്ന് പോവാ. ഒരു സാധനം വാങ്ങിച്ചോണ്ട് ഉടനെ വരാം. ശരി.
ശ്യാമള ചായ കുടിച്ചില്ലേ? ഇല്ല, കുടിക്കാം സാർ. ചായ കുടിക്കൂ. അയ്യോ, ഞാൻ എടുത്തോളാൻ മരുന്നില്ല സാർ. സാരമില്ല, കുടിക്കൂ. ശ്യാമളയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം.